നമസ്കാരം. പയ്യന്നൂരിൽ ഇക്കുറി ഇടതുപക്ഷത്തിനെതിരെയായി മത്സരിച്ച CPM നിന്നും വിട്ടുപോന്ന അഥവാ CPM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന് പ്രചരണ വാഹനം കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ, അതായത് വി കുഞ്ഞികൃഷ്ണന്റെ ഇലക്ഷനോടനുബന്ധിച്ച്, ആ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന് പ്രചരണത്തിന് ഓടുവാൻ വേണ്ടി ഒരു CPM പ്രവർത്തകൻ തൻ്റെ വാഹനം വാടകയ്ക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ CPM പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ CPM ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയ വാർത്തയാണ് പുറത്തു വരുന്നത്. വടകര ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയിലെ അംഗമായ വി എൻ കുഞ്ഞികൃഷ്ണനെയാണ് വി കുഞ്ഞികൃഷ്ണന് പ്രചരണ വാഹനം കൊടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ CPM ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. CPM-നെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ എല്ലാവരെയും CPM അസഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്തസാക്ഷിയായ ധൻരാജിന്റെ ഫണ്ട് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് CPM MLA ആയ TI മധുസൂദനെതിരെ കൃത്യമായ ചില നീക്കങ്ങൾ നടത്തിയതാണ് വി കുഞ്ഞികൃഷ്ണന് പാർട്ടിയുടെ അപമതിപ്പ് നേടുന്നതിന് അടിസ്ഥാനമായ സംഭവം നടക്കുന്നത്. പിന്നീട് ഇതേ സംബന്ധിച്ച് വി കുഞ്ഞികൃഷ്ണൻ തനിക്ക് പാർട്ടിയോടുള്ള ഇത്തരം കാര്യങ്ങളിലുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിനെത്തിയ ആളുകളെ പോലും പാർട്ടി ഉപദ്രവിക്കുന്ന കാഴ്ച പിന്നീട് കണ്ടു. ആ പ്രകാശന ചടങ്ങിനെത്തിയ ആളുകളുടെ വീട് ഉപദ്രവിക്കുന്നതും അവരെ പോലും പാർട്ടിയിൽ നിന്നും പിന്തള്ളുന്നതുമായ കാഴ്ചയാണ് CPM-നകത്ത് നിന്നും പയ്യന്നൂരിൽ കാണാൻ സാധിച്ചത്. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ മത്സരിക്കുമ്പോൾ ആ പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണന്റെ പ്രചരണ വാഹനമായി വി എൻ കുഞ്ഞികൃഷ്ണൻ തൻ്റെ പിക്കപ്പ് വാൻ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. 10 ദിവസത്തെ വാടകയ്ക്കാണ് വി കുഞ്ഞികൃഷ്ണന് പ്രചരണ വാഹനമായി തൻ്റെ വാഹനം വാടകയ്ക്ക് വിട്ടുകൊടുത്തത്. ഇത് തൻ്റെ ജീവനോപാധിയാണ്. അത് കോൺഗ്രസ്സുകാർ ചോദിച്ചാലും CPM-കാർ ചോദിച്ചാലും മറ്റേത് പാർട്ടിക്കാർ ചോദിച്ചാലും തൻ്റെ വാഹനത്തിന് ഒഴിവുണ്ടെങ്കിൽ താൻ ഈ വാഹനം വാടകയ്ക്ക് കൊടുക്കും, എന്നാൽ മാത്രമാണ് തനിക്ക് ജീവിക്കാൻ കഴിയുക എന്ന് വി എൻ കുഞ്ഞികൃഷ്ണനും പറഞ്ഞു. എന്നാൽ ഇത് പാർട്ടി വിരുദ്ധ പരിപാടിയാണ്, പാർട്ടി വിരുദ്ധ പ്രവൃത്തിയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി എൻ കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ഇത് എന്ത് തരത്തിലുള്ള നൈതികതയാണ് എന്നാണ് വി എൻ കുഞ്ഞികൃഷ്ണനും ചോദിക്കുന്നത്. താൻ ലോൺ എടുത്തൊരു വാഹനം വാങ്ങിച്ചു, ഈ വാഹനം ഓടിയാൽ മാത്രമാണ് തൻ്റെ കുടുംബം കഴിയുക. വി കുഞ്ഞികൃഷ്ണൻ പ്രചരണത്തിന് വേണ്ടി തൻ്റെ വാഹനം 10 ദിവസത്തെ വാടകയ്ക്ക് വേണ്ടിയാണ് എടുത്തിരുന്നത്. വാടകയ്ക്ക് ഈ വാഹനം ഓടിയാലേ തനിക്ക് അരി വാങ്ങിക്കാൻ പറ്റൂ, തൻ്റെ വീട് കഴിയൂ. അടിസ്ഥാന വർഗത്തിൻ്റെ, അടിയാള വർഗത്തിൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ സമുദ്ധാരകർ എന്നവകാശപ്പെടുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു വാഹനം വാടകയ്ക്ക് ഓടിക്കാൻ കൊടുത്തതിൻ്റെ പേരിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ, ഒരു ഇടതുപക്ഷ തൊഴിലാളിയെ ആ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കുന്ന രീതി വരെ ഉണ്ടായിരിക്കുന്നു. അതിന് കാരണം ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷത്തിൽ നിന്ന് പിരിഞ്ഞുപോയി ഇടതുപക്ഷത്തിനെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് വാഹനം വാടകയ്ക്ക് കൊടുത്തതാണെങ്കിൽ പോലും അത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വി എൻ കുഞ്ഞികൃഷ്ണനെ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കുന്നത് എന്നാണ് CPM-ന്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ പരം ഈ പാർട്ടിയുടെ ബാലിശത്തിന് ഉദാഹരണമായി മറ്റെന്ത് ചൂണ്ടിക്കാണിക്കാനുണ്ട് എന്നാണ് ഈ വിവരമറിഞ്ഞ വി കുഞ്ഞികൃഷ്ണനും ചൂണ്ടിക്കാണിച്ചത്. CPM എന്ന പാർട്ടിക്കുള്ളിൽ നടക്കുന്ന അപജയങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ, അല്ലെങ്കിൽ ഈ അപജയങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തവരെ ഓരോരുത്തരെയായി ഈ പാർട്ടി വെട്ടിയൊതുക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് തളിപ്പറമ്പിൽ TK ഗോവിന്ദനും അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ G സുധാകരനുമെല്ലാം നേരിടേണ്ടി വന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പാർട്ടിയുടെ അന്ത്യം അടുത്തിരിക്കുന്നു, അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് CPM-ന് ഉള്ളിലുള്ള അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ പാർട്ടി വിരുദ്ധ പ്രചരണം നടത്തി അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധ പ്രവൃത്തി നടത്തി എന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ച് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. എന്നാൽ ഇവരെന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാതെ, എന്താണ് ഇവരുടെ അഭിപ്രായം എന്ന് കേൾക്കാൻ പാർട്ടി മുതിരുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ CPM-നെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വൈതരണി. CPM എന്ന പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന മുരടിപ്പ്, അഥവാ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ CPM എന്ന പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം CPM-ലെ അണികളെ കേൾക്കുവാൻ നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് അവസാനത്തെ ഉദാഹരണമായി വേണമെങ്കിൽ ഇപ്പോൾ വി എൻ കുഞ്ഞികൃഷ്ണൻ തൻ്റെ വാഹനം വി കുഞ്ഞികൃഷ്ണന് വേണ്ടി വാടകയ്ക്ക് കൊടുത്തു.
തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാടകയ്ക്ക് ഓടുന്നതിന് വേണ്ടി പ്രചരണ വാഹനമായി VN കുഞ്ഞികൃഷ്ണൻ തന്റെ വാഹനം കൊടുത്തതിന്റെ പേരിലാണ് ഇപ്പോൾ പാർട്ടി നടപടി നേരിട്ട് പുറത്തു പോകേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ അടിസ്ഥാന വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ തിരിച്ചറിയുന്നില്ല. എന്തായാലും അണയാൻ പോകുന്ന തീ ആളിക്കത്തും, അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് പ്രവർത്തകരും ഈ പ്രവൃത്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. CPM 8 നിലയിൽ പൊട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ CPM-ന്റെ തോന്നിവാസങ്ങൾക്കെതിരെ CPM-ന് അകത്ത് നിന്ന് തന്നെ നട്ടലുയർത്തി നിന്നുകൊണ്ട് ജനങ്ങൾ ചോദിക്കുമ്പോൾ, പ്രവർത്തകർ, അണികൾ ചോദിക്കുമ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ആ അസഹിഷ്ണുത കൊണ്ടാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ ഉയരുന്ന ഇത്തരം നിലപാടുകൾക്ക് അവർ കൃത്യമായ നടപടികൾ എടുക്കുന്നത്. പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്നുള്ള രീതിയിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഈ പാർട്ടി വെട്ടിയൊതുക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 2026 കഴിയുന്നതോടുകൂടി CPM-ന്റെ കേരളത്തിൽ മരണമണി മുഴങ്ങും എന്നുള്ളതിന്റെ സൂചനയാണ് ഇതെല്ലാം എന്നാണ് മറ്റു പാർട്ടി പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ കാര്യത്തിൽ ഇനിയും കൂടുതൽ നടപടികൾ CPM-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.